സുഹൃത്തുക്കളെ, കോൺഗ്രസ് പ്രവർത്തകരെ, നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന VD സതീശന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ, നിലപാടുകളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന VM സുധീരനാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിനൊരു സാക്ഷിയായി ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിച്ചത് ഞാൻ വളരെ കൃതാർത്ഥനാണ്. വേദിയിലിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ എന്റെ കടമ ഇതല്ല, എനിക്ക് അവകാശപ്പെട്ട ഒരു സംഭവമുണ്ട്. ഇപ്പൊ VM പറഞ്ഞ പോലെ അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടർച്ചയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വർഷങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ ഒരു അംശം എനിക്കുണ്ട്. ഞാൻ അധികം VM പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. 2-3 കഥകൾ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ഞാൻ ഈ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അതിൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയമായി, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടിട്ട്? അല്ല, സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ്. ഇപ്പൊ പോയല്ലോ, കണ്ണൊക്കെ അടിപ്പിച്ച് പോയി, ആള് പോയി. പിന്നെ വേറൊരു അതൊരു 2 ആഴ്ചയായിട്ടുള്ളൂ, ഒരാഴ്ച 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്തയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ P. രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വന്നുണ്ട് കേരളത്തിന് പണം മുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി വിചാരിച്ചു പറഞ്ഞ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരിലിട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്ക് പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടി. എന്താണ് ഈ കേരളത്തിന് 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് എങ്ങുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു. അയാൾ അന്വേഷിച്ച് വന്നപ്പോ അയാള് നമ്മുടെ പയ്യനിരുന്നില്ലേ, അതിന്റെ ഇപ്പുറത്തെ വാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയാണ്, മൂലമറ്റത്തുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനംകുളത്തുനിന്ന് മറ്റേ താപനിലയ്ക്കുന്ന് വൈദ്യുതി വന്നാൽ ഇയാളുടെ ഇത് ഭ്രാന്തി മാറുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസത്തോറും ഓരോ തളവ്. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തളവ്. നിങ്ങളൊക്കെ കേട്ട് കാണും, മെസ്സി വരും കേട്ടോ. മെസ്സി കൂടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈരൻ TV കോമന്റ് ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ വരും, ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്നു, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം? താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്നു, ഡൽഹിയിൽ വന്നു, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരുടെ ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ട എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നണ്ട. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരുണ്ട് അല്ലാതെ. അപ്പോ
അപ്പൊ മെസ്സിയോട് നിങ്ങൾക്കൊന്നും തോന്നരുത്, അദ്ദേഹം പാവമാണ്. പിന്നെ എന്റെ ഒരു ശിഷ്യനായ രമേശ് പിഷാരടി പാലക്കാട് ഇലക്ഷനിൽ നിന്നിട്ടുണ്ട്. എനിക്ക് വലിയ സംശയമൊന്നും ജയിക്കുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ തന്നെ നിൽക്കുന്നതിന് തുല്യമായിട്ടാണ്. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവൻ വമ്പിച്ച പുരോഗതി ജയിക്കുന്നുണ്ട്. തോമസ് ഐസക് ഡോക്ടറാണ് പറഞ്ഞെന്താ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേക്കുമ്പോ അമേരിക്കൻ CIA വന്ന് രഹസ്യ ചാരന്മാരോട് അന്വേഷിച്ചപ്പോ അതൊരു നാടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ കയറ്റിയെന്നാണ് ഈ ചാരസംഘടന അവരോട് ഇരുന്ന് റിപ്പോർട്ട് കൊടുത്തത്. ആ കലാകാരന്മാരെ കോമാളി എന്ന് വിളിച്ചു. കലാകാരന്മാർ ഇപ്പൊ അവർക്ക് കോമാളികളായി മാറി. അപ്പൊ ഞാൻ ചോദിച്ചൊരു ഇങ്ങനൊരു ഡോക്ടറല്ലേ, ഈ സാക്കള് തവണമാര് ധനതത്വശാസ്ത്രത്തിൽ ഡോക്ടറാണെന്നാണ് ആള്. അപ്പൊ അങ്ങനെയുള്ള ആളെങ്ങനെ പറയുമോ? ഞാൻ വീണ്ടും അന്വേഷിച്ചു എന്തിനാണ് ഡിഗ്രി. അപ്പോഴാണ് കയറഗിരിയിലെ തരികിടകൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഡിഗ്രി. പിന്നെ അതല്ലേ പറയാത്ത എന്താ ചെയ്യാ. അപ്പോ ഞാനത് ഇനിയും ഹൈബി പ്രസംഗിക്കാറുണ്ട്, ഒരുപാട് പേര് പ്രസംഗിക്കാറുണ്ട്. അപ്പോ ഇത്രയും കാലം സതീഷ് ചേട്ടന് നമ്മൾ വിട്ടത് ഒരു MLA ആയിട്ടായിരുന്നു. ഇനി കേരളം നയിക്കാനായിട്ടുള്ള ഒരാളായിട്ടാണ് മാറുന്നത്. അപ്പൊ ശക്തമായ ഭൂരിപക്ഷം, ഞാൻ എണ്ണൊന്നും പറയുന്നില്ല, നമ്മളെക്കാൾ ആവുന്ന രീതിയിലുള്ള ഭൂരിപക്ഷം കൊടുത്ത് അദ്ദേഹത്തെ വൻപിച്ച വോട്ടിന് ജയിപ്പിക്കണം. മാത്രമല്ല UDF അധികാരത്തിൽ വരും എന്നെനിക്ക് 101% ഉറപ്പുണ്ട്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.